സൈബർ ആക്രമണങ്ങളിൽ നടപടിക്കൊരുങ്ങുകയാണ് KPCC. സൈബർ ആക്രമണങ്ങളിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നു. അതായത് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് തന്നെ പാർട്ടിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണം VT ബൽറാം, M ലിജു എന്നിവരടങ്ങിയിട്ടുള്ള 5-അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്ന ശേഷം പാർട്ടി നേതാക്കൾക്കും പരാതിക്കാർക്കുമെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ശരിയായില്ല എന്നുള്ളതാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സൈബർ ആക്രമണം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് K മുരളീധരൻ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അമൽ തേനമ്പറമ്പിലാണ് നേതൃയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുക. അമൽ, സോഷ്യൽ മീഡിയയാണ് എല്ലാ തരത്തിലും ഭരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഒരു വിഭാഗം ഒപ്പമുണ്ടെന്ന് നടിക്കുകയും ഒരു വിഭാഗം പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് നേതൃയോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ, തിരുത്തലുകൾ? രാഹുലുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടന്നത്. ആ ചർച്ചകൾ പരിധി കടന്നുപോയി പലതും സൈബർ ആക്രമണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പ്രധാനപ്പെട്ട പാർട്ടിയിലെ നേതാക്കൾക്ക് അടക്കമെതിരെ ആരോപണങ്ങൾ വന്നു. ഉമാ തോമസ് MLA ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണമുണ്ടായത്. മാത്രമല്ല മറ്റ് പല നേതാക്കൾക്കെതിരെയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ, പരിധി കടന്ന വിമർശനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം ഈ പരാതി പറഞ്ഞ് രംഗത്തെത്തിയ ആളുകളുണ്ട്, അവർക്കെതിരെയും സൈബർ ആക്രമണമുണ്ടായി. അപ്പോൾ അങ്ങനെയുണ്ടായ സൈബർ ആക്രമണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി എന്നുള്ളതാണ് ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിലെ പൊതുവിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സൈബർ വെട്ടുകിളി കൂട്ടങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു പൊതു നിലപാടിലേക്ക് നേതൃത്വം എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ M ലിജുവും അതോടൊപ്പം തന്നെ VT ബൽറാമും പഴകുളം മധുവും ഒക്കെ അടങ്ങുന്ന ഒരു 5-അംഗ സമിതിയോട് ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടോ, ഡിജിറ്റൽ മീഡിയ സെല്ലിന് അത്തരത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുക. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ നടന്നിരിക്കുന്ന സൈബർ ആക്രമണങ്ങളിലെല്ലാം ഒരു പൊതു സ്വഭാവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വരുന്ന കമൻറ്റുകൾക്കൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടാകുന്നു. അങ്ങനെ ഏകീകരിച്ച് ഈ കമൻറ്റുകളൊക്കെ എത്തുന്നതിന് പിന്നിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവർ പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് KPCCയുടെ തീരുമാനം. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് KPCC പ്രതീക്ഷിക്കുന്നത്.